ഒരു കോഴിക്കോടൻ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെത്തുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ ഇട്ടിട്ടുള്ളത്. ഈ അച്ചാർ ഉണ്ടാക്കാൻ 4 വലിയ മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം കഴിയതിന് ശേഷം ഒരു തുണി കൊണ്ട് നല്ലോണം വെള്ളമൊക്കെ തുടച്ച് മാറ്റുക. മാങ്ങ മുഴുവനും ഇതുപോലെ ചെത്തിയിട്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൽ വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് ആവി കയറ്റി എടുക്കണം. ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 തട്ടിലും മാങ്ങ ഇട്ടിട്ട് മൂടിയിട്ടിട്ട് ഒരു 5-8 മിനിറ്റ് ഒന്ന് ആവി കയറട്ടെ. അപ്പം മാങ്ങ അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് കേട്ടോ മാങ്ങ ഉണ്ടാവുക. ഇനി പാകത്തിന് കല്ലുപ്പും ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുലുക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ എല്ലായിടത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഈ കൂട്ട് ഞാൻ രാത്രിയാണ് കേട്ടോ തയ്യാറാക്കി വെക്കണത്. എന്നിട്ട് രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുക. ഒരു ഉരുളി അടുപ്പത്തേക്ക് വെക്കുക. ഈ ഉരുളിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ഈ ഇളക്കൊക്കെ നല്ല ശരിക്ക് ആയി കിട്ടുള്ളൂ. 1 കപ്പ് നല്ലെണ്ണ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ ഒരു 3/4 ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. അത് പൊട്ടി വരുമ്പോൾ ഒരു 10-20 ചുള വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും, ഒരു 4-5 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ഒക്കെ ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പച്ചമണം മാറണ വരെ വഴറ്റിയെടുക്കുക. ഈ മാങ്ങ ആവി കയറ്റിയെടുത്തതിനെ കൊണ്ടേ ഒരാഴ്ച ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പിറ്റേന്ന് തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഈ അച്ചാറിൽ ഞാൻ വെള്ളം വിനാഗിരിയോ ഒന്നും ചേർക്കണില്ല. ഇപ്പോൾ ഈ കൂട്ട് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കുക. അതിന് ശേഷം 4 ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനി പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. ഇനി 1.5 ടീസ്പൂണ് കടുകും 1.5 ടീസ്പൂണ് ഉലുവയും വറുത്ത് പൊടിച്ചത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് അതിലിട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണ് കായപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഈ കൂട്ടൊക്കെ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ആവി കയറ്റി വെച്ച മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഈ മാങ്ങ വെള്ളത്തിൻ്റെ അംശമൊന്നും തീരെ ഇല്ലാത്തതുകൊണ്ട് ഇതിനിപ്പോൾ പുറത്ത് വെച്ചാലും ഒരു 2 ആഴ്ചയ്ക്കൊന്നും തീരെ കേട് വരില്ല കേട്ടോ. ഈ അച്ചാറിലെ വെള്ളം സുർക്കൊന്നും ഒഴിക്കില്ലല്ലോ. അതുകൊണ്ട് മാങ്ങ കഷ്ണങ്ങളിലേക്ക് അരപ്പ് നല്ലോണം പിടിക്കണമെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി വാങ്ങി വെച്ചിട്ട് ചൂടാറട്ടെ. ഇപ്പോൾ അച്ചാർ ചൂടാറിയിട്ടുണ്ട്. ഇനി ഒരു കുപ്പിയിലോ ഭരണിയിലോ ആക്കി വയ്ക്കുക. ഈ അച്ചാർ ആക്കി വെക്കുന്ന പാത്രം ചുടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നല്ല തുണി കൊണ്ട് തുടച്ചിട്ട് അതിൽ വേണം കേട്ടോ ആക്കി വയ്ക്കാൻ. അച്ചാർ കുപ്പിയിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മീതെ തിളച്ച എണ്ണ മുക്കി വെച്ചതുണ്ടായിരുന്നു. അത് 2 ടേബിൾ സ്പൂൺ അതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് വേണം അടച്ച് വയ്ക്കാൻ. ഈ ഒരു കഷ്ണം മാങ്ങ മാത്രം മതി കേട്ടോ ഒരു പാത്രം ചോറുണ്ണാൻ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.